ഹലോ, നാത്തൂൻ സ്പൈസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡയറ്റ് പ്ലാനിലൊരു 40 days വെയ്റ്റ് ലോസ് ജേർണി അല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ചീറ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്. ചീറ്റ് ഡേ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയായിരിക്കും, എല്ലാത്തിനോടും നമ്മൾ ഒരു ദിവസത്തേക്കൊരു ടാറ്റ ബൈ ബൈ പറഞ്ഞേക്കാണ്. അപ്പോൾ എൻ്റെ ചീറ്റ് ഡേ എങ്ങനെയാണെന്ന് നോക്കാം. ചീറ്റ് ഡേ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കുറച്ച് ഹെൽത്തി ആക്കിയേക്കാമെന്ന് കരുതി കേട്ടോ. അതുകൊണ്ട് കുക്കുംബർ ജ്യൂസാണ്. നമ്മുടെ വെള്ളരിക്ക ഉണ്ടല്ലോ, മുള്ളൻ വെള്ളരിക്ക, അങ്ങനെയല്ലേ നിങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുക? ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് കേട്ടോ പറയുക. അപ്പോൾ ആ കുക്കുംബർ തോല് കളഞ്ഞിട്ട് നമ്മുടെ ജ്യൂസറിൽ ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ഞാനിവിടെ 3 കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും ആ 3 കുക്കുംബർ കൊണ്ട് 2 ഗ്ലാസ് ജ്യൂസ് കിട്ടും കേട്ടോ. അപ്പോൾ കുക്കുംബർ ജ്യൂസും പിന്നെ അതിനൊപ്പം മുട്ട പുഴുങ്ങിയതുമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ വേറെ മോർണിംഗ് ഡ്രിങ്കോ അങ്ങനെ വേറെ ഒന്നുമില്ല, എല്ലാം കൂടെ ഒരുമിച്ചൊരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളിന്ന് എക്സസൈസ് ചെയ്യുന്നില്ല, വേറെ വർക്കൗട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കുക്കുംബർ ജ്യൂസും മുട്ട പുഴുങ്ങിയതും പിന്നെ ഒരു വീറ്റ് ബ്രെഡുമാണ് കേട്ടോ. അപ്പോൾ ഈ കുക്കുംബർ ജ്യൂസ് വെറുതെ കുടിക്കാൻ അത്ര ടേസ്റ്റ് ഒന്നുമില്ല, എങ്കിലും കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ അകത്ത് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ മുട്ട പുഴുങ്ങിയതിൽ അല്പം ഉപ്പും കുരുമുളക് പൊടിയൊക്കെ വിതറുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. കാര്യം ചീറ്റ് ഡേ ആണെങ്കിലും വൈറ്റ് ബ്രെഡ് ഞാനിപ്പോൾ പാടേ ഉപേക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ. പകരം വീറ്റ് ബ്രെഡാണ് കഴിക്കുന്നത്. അപ്പോൾ കുക്കുംബർ ജ്യൂസിൻ്റെ അകത്ത് ഒരു അര നാരങ്ങ കൊണ്ട് 2 ഗ്ലാസ്സിലായിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. അത് മതി, ഒരുപാട് പുളി ഈ ജ്യൂസിന് അത്ര നല്ലതല്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇന്ന് ചീറ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രാൻഡ് ആക്കിയേക്കാമെന്ന് കരുതി കേട്ടോ. അതുകൊണ്ട് ഇന്ന് വേൾഡ് ഫേമസ് ആയിട്ടുള്ള നിസാമി ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മല്ലിയില, പുതിനയില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ചെറിയുള്ളി. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. ആകെ കൂടെ ഇച്ചിരി മെനക്കേടെന്ന് പറയാനുള്ളത്, ഉള്ളി നമ്മൾ വറുത്തെടുക്കുകയാണ്, വേറെ വഴറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ എത്ര ഉള്ളി എടുക്കുന്നോ അത് മൊത്തം നമ്മൾ വറുത്ത് തന്നെയാണ് ഈ ബിരിയാണിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഒരു സവാള ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും 3 സവാള ഞാൻ ചിക്കനിലേക്കുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 3 വലിയ സവാള തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അല്പം നെയ്യ് ഒഴിച്ചാണ് ഇതങ്ങ് വറുത്തെടുക്കുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് അധികം നെയ്യൊന്നും വേണ്ടി വന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റി. അപ്പോൾ ഈ ഉള്ളി വറുത്തെടുക്കുന്നത് മാത്രമാണ് അതിൻ്റെ അകത്തൊരു എന്താ പറയുക, നമുക്കൊരു ഇച്ചിരി മെനക്കേടുള്ള പണി, അല്ലെങ്കിൽ ഇച്ചിരി അൺഹെൽത്തി എന്ന് പറയാനുള്ളത് അതുമാത്രമാണ്. അപ്പോൾ ഉള്ളി മൊത്തം വറുത്തെടുത്ത ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് ഇതേ നെയ്യിൽ തന്നെ വറുത്തെടുക്കാം. നമ്മളൊരു 40 ദിവസത്തെ വെയ്റ്റ് ലോസ് ജേർണി അല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലത്തെ ചീറ്റ് ഡേ ഉള്ളത് നല്ലതാണ് കേട്ടോ. അതായത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ. പക്ഷേ നമ്മൾ കഴിക്കുന്ന അളവിന് പരിധി ഉണ്ടായിരിക്കണം കേട്ടോ. ചീറ്റ് ഡേ ആണെന്ന് കരുതി ഈ ഒരാഴ്ച കഴിക്കാത്തത് മൊത്തം ആ ഒരൊറ്റ ദിവസം കൊണ്ട് കഴിച്ചു തീർക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടാവരുത്. പക്ഷേ നമ്മൾ എന്താ പറയുക, ഒരു വെയ്റ്റ് ലോസ് ജേർണി തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ഒരു ആഹാരശീലത്തിൽ നിന്നൊക്കെ മാറി വന്നല്ലേ നമ്മൾ ഒരു 40 ദിവസം കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് നമ്മുടെ പഴയ ആഹാരങ്ങളൊക്കെ കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ അതും ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുക. പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതാണെങ്കിലും എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യരുത്, ഒരു ദിവസം അതിനൊരു ബ്രേക്ക് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമുക്കിനി ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇവിടെ 1.5 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞുള്ളൂ, നമ്മൾ ഒരാഴ്ച കഴിക്കാത്തത് ഒറ്റയടിക്ക് കഴിച്ച് തീർക്കരുതെന്ന്. അതുകൊണ്ടല്ല കേട്ടോ ഈ 1.5 കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ 2 ഗസ്റ്റ് ഉണ്ട്, പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഫുഡൊക്കെ ഷെയർ ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഞങ്ങളാകെ വളരെ കുറച്ച് മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഷാജീര ആണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തത്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നിസാമി ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് ചെറിയുള്ളി, അപ്പോൾ ചെറിയുള്ളി ഒരു 8 ഒരു ഇടത്തരം വലിപ്പമുള്ള ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക.
അപ്പോൾ ഈ ഒരു ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റും അങ്ങനെ നമുക്ക് ഭയങ്കര മെനക്കേടുള്ളൊരു പണി അതല്ല. ഇങ്ങനെ വഴറ്റി കുറേ സമയം നമ്മുടെ കൈയൊക്കെ വേദന എടുക്കൂലേ. ഇതൊന്നും വേണ്ട, ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഈ ഉള്ളിങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിലൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന ഉപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബിരിയാണി മസാലയ്ക്ക് മൊത്തത്തിലായിട്ട് ചേർക്കുന്ന ഉപ്പാണ് കേട്ടോ. ഇനി നമ്മൾ പ്രത്യേകം വേറെ വഴറ്റിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പിടി മല്ലിയിലയും പിന്നെ ഒരു 5 പുതിനയിലയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 പച്ചമുളകും ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമ്മൾ തിരുമ്മി പിടിപ്പിച്ച ശേഷം അതിലേക്ക് ഞാൻ ആകെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഈ ബിരിയാണിക്ക് ആകെ കൂടെ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ ഉള്ളി വറുത്തിട്ടുണ്ടായിരുന്നു നെയ്യിൽ, അതുകൂടാതെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതും നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനു മുമ്പ് നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞ് ചേർക്കണം കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ നാരങ്ങ നീര് വരുമ്പോൾ ആ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. പിന്നെ ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ തക്കാളി ഇല്ലാതെ തന്നെ ഈ ഒരു ചിക്കന് ആവശ്യത്തിനുള്ള പുളിയായി. അപ്പോൾ 1 നാരങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുനാരങ്ങ. പിന്നെ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അപ്പോൾ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കാം. ഞാനപ്പോൾ പച്ചമുളക് ചേർത്തതുകൊണ്ട് പിന്നെ ഞാൻ കാശ്മീരി ചില്ലി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഒരല്പം മല്ലിപ്പൊടിയുടെ അളവ് ഒരുപാട് നമുക്ക് വേണ്ട. നമുക്കൊരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, അതായത് നമ്മുടെ നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ്, അത് 1 ടീസ്പൂൺ. പിന്നെ 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല. അപ്പോൾ ഞാനിവിടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ വാങ്ങിച്ചിരിക്കുന്ന ബിരിയാണി മസാലയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർക്കാം. ഇത്രയാണ് നമ്മൾ ചേർക്കുന്ന മസാല പൊടികൾ എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് ഒരു കഷ്ണം കറുവപ്പട്ടയും 4 ഏലക്കയും 3 ഗ്രാമ്പും പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈരുമാണ് ചേർത്തിരിക്കുന്നത്. നല്ല കട്ട തൈരാണ്, അത്യാവശ്യം പുളിയുള്ള തൈരാണ് കേട്ടോ. നമ്മൾ തക്കാളി ചേർക്കാത്തത് കൊണ്ട് തന്നെ നാരങ്ങ നീരും ഈ പുളിയുള്ള തൈരൊക്കെ ചേർക്കുമ്പോൾ ആവശ്യത്തിന് പുളിയൊക്കെ ആവും കേട്ടോ ഈ മസാലയ്ക്ക്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ നിസാമി ഹൈദരാബാദി ബിരിയാണിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നെയ്യും എണ്ണയൊക്കെ ചേർക്കുന്നതാണ്. പക്ഷെ നമ്മളതിൻ്റെ ഒരു നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ളൊരു ഹെൽത്തിയസ്റ്റ് വേർഷനാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനാകെ 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്കിതിൻ്റെ അളവ് കൂട്ടാം, അളവ് കൂട്ടുന്തോറും രുചി കൂടും. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെയാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. എങ്കിൽ ആ ചിക്കനിലേക്ക് എല്ലാം പുളിയുമായി എരിവൊക്കെ പിടിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 1 കിലോ റൈസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു 15 മിനിറ്റ് അത് കുതിർത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ അരി വേവിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വറ്റിച്ചെടുക്കുന്ന രീതിയിലല്ല, ഊറ്റിയെടുക്കുന്ന രീതിയിലാണ് കേട്ടോ അരി വേവിക്കുന്നത്. ഈ ഒരു നിസാമി ഹൈദരാബാദി ബിരിയാണിക്ക് അങ്ങനെ നമ്മൾ ബസ്മതി റൈസ് ഒരുപാട് വെള്ളത്തിൽ വേവിച്ചിട്ട് അത് ഊറ്റിയെടുക്കുന്നതാണ് നല്ലത്. പിന്നെ പൊതുവെ ബസ്മതി റൈസ് ഇങ്ങനെ ഊറ്റിയെടുത്തിട്ട് കഴിക്കുവാണെങ്കിൽ കലോറി കുറവാണെന്നാണ് കേട്ടോ ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അരി വേവിക്കാൻ നേരത്തെ അതിൻ്റെ അകത്തേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, പെരിഞ്ചീരകം അങ്ങനെ നമ്മുടെ ഹോൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ 2 ബേ ലീഫും. അപ്പോൾ നമ്മുടെ ചാനലിൽ വേറെയും ഒരുപാട് ബിരിയാണി റെസിപ്പീസ് ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഞങ്ങളുടേതായിട്ടുള്ളൊരു റെസിപ്പി ബിരിയാണി ആണ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ചാനൽ 1 വർഷത്തോടടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓർക്കുന്നുണ്ടല്ലോ, 25K എത്തുമ്പോൾ നമ്മളൊരു ഗീവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കാര്യം മറക്കരുത്. അപ്പോൾ ഈ ബിരിയാണി റെസിപ്പീസിൻ്റെ എല്ലാം തന്നെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയല്ല വേറെ ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബസ്മതി റൈസ് ചേർത്ത് കൊടുത്തു.
അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ ചിക്കൻ അടുപ്പത്ത് വെച്ചു. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിന് പുറത്തെടുത്തു ഞാൻ ചിക്കൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഞാൻ ഒരു തുള്ളി വെള്ളം അതിനകത്ത് ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളം ചേർക്കാതെ തന്നെയാണ് ഇതുണ്ടാക്കുന്നത്. ആ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. അത് മതി ആ ചിക്കൻ വേവാനായിട്ട്. അപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് അടി പിടിക്കുമെന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മൂടി വെച്ച് വേവിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ആ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങത്തുള്ളൂ. ഇതായിപ്പോൾ പയ്യെ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ കത്തിപ്പോവും. ഇപ്പോൾ കണ്ടോ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയേക്കുന്നത്. ഇതിനിയും നന്നായിട്ട് നെയ്യും വെള്ളമൊക്കെ ഇറങ്ങിക്കോളും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് കൂടുതൽ രുചികരം. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പാത്രം അടി പിടിക്കുന്ന ടൈപ്പൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അടി ഒരു 90% വേവായിട്ടുണ്ട്. നന്നായിട്ട് വേവണ്ട, ഒരു 90% വേവായി കഴിയുമ്പോൾ നമുക്കത് ഊറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി ദം ചെയ്യുമ്പോൾ വെന്തോളും. അപ്പോൾ ഞാനൊരു 90% വേവായി കഴിഞ്ഞപ്പോൾ വേറൊരു പാത്രത്തിലിട്ട് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബിരിയാണി ഉണ്ടാക്കാനാകെ ഉള്ളി വറക്കുന്ന സമയം പിന്നെ ഈ ചിക്കൻ വെന്ത് വരുന്ന സമയം മാത്രമേ ആകെ നമുക്കൊരു സമയം എന്ന് പറയാനുള്ളൂ. ബാക്കിയെല്ലാം പെട്ടെന്നാവും. ഇപ്പോൾ കണ്ടോ എന്തോരം വെള്ളം ഇറങ്ങിയേക്കുന്നതെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം വെള്ളം ചേർക്കാതിരുന്നത്. നമ്മളത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ ചിക്കൻ ഒന്ന് നന്നായിട്ട് ഒരു 90% വേവായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ കറക്റ്റ് പാകത്തിനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇച്ചിരി ഒന്ന് വെള്ളം വറ്റട്ടെ കേട്ടോ. ഇതാ കണ്ടോ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കനും അത്യാവശ്യം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോറ് നമ്മൾ ലെയർ ചെയ്താണ് ഇടുന്നത്. അപ്പോൾ ഒരു നേരം ചോറിട്ട ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മുടെ ഉള്ളി വറുത്തതും പുതിനയിലയും മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഞാൻ ഇവിടെ കുങ്കുമപ്പൂവ് പാലിലിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ എന്ത് സിമ്പിളാണല്ലേ, പെട്ടെന്ന് പണി കഴിഞ്ഞു. നമുക്കെപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ തക്കാളി ഉള്ളിയും വഴറ്റുന്നതാണല്ലോ നമ്മുടെ ഒരു മെയിൻ ഒരു എന്താ പറയുക മെനക്കേടുള്ള പണിയായിട്ട് നമുക്ക് എപ്പോഴും തോന്നാറുള്ളത്. അപ്പോൾ അതൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ കുങ്കുമപ്പൂവ് ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്താലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ചേർത്തു എന്നുള്ളൂ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ലെയർ ചെയ്യുമ്പോൾ നെയ്യ് ഒഴിക്കാം. അപ്പോൾ ഞാൻ നെയ്യ് ചേർത്തിട്ടില്ല, നമ്മളാകെ ചിക്കനിൽ മാത്രമേ നെയ്യ് ചേർത്തുള്ളൂ. പിന്നെ ഉള്ളി വറക്കാൻ വേണ്ടിയിട്ടും. പിന്നെ ഇനി നമുക്ക് അടുത്ത ലെയർ ചോറിടാം. അപ്പോൾ ഞാനിതിൻ്റെ അകത്ത് നിന്ന് ഈ ബേ ലീവ്സും ഗ്രാമ്പും പട്ടയൊന്നും എടുത്ത് മാറ്റുന്നൊന്നുമില്ല കേട്ടോ. ചിലവരിങ്ങനെ കിഴിയൊക്കെ കെട്ടിയിട്ടൊക്കെ ഇടാറുണ്ട്, അതിങ്ങനെ കടിക്കാൻ ഇഷ്ടമില്ലാത്തവരും. അപ്പോൾ ഞാനതൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടമെന്ന് വെച്ചാൽ അതേപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ലെയറും ഇതേപോലെ തന്നെ ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ അതുപോലെ നമ്മുടെ പുതിനയിലയും മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാം. എനിക്ക് പിന്നെ ഈ ബിരിയാണിയിലാണെങ്കിലും എന്തിലാണെങ്കിലും പുതിനയിലയുടെ അളവ് ഒരുപാട് കൂടുന്ന അത്ര ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാനൊരു 4-5 ഇല മാത്രമേ ഈ ബിരിയാണിക്ക് ആകെ കൂടി എടുത്തിട്ടുള്ളൂ. ആദ്യം മാരിനേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഗാർണിഷ് ചെയ്യാനും കൂടി ആകെ ഒരു 5 ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ. കൂടുതലും മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും നമ്മുടെ കുങ്കുമപ്പൂവ് ചേർത്ത് പാലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ദം ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെ മൈദയൊന്നും ഒട്ടിച്ചിട്ടല്ല കേട്ടോ ദം ചെയ്യുന്നത്. ഗ്യാസിന് മുകളിൽ തന്നെയാണ് ഏറ്റവും ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 10 മിനിറ്റാണ് ദം ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ ചോറും കറക്റ്റ് പാകത്തിനാവും, നമ്മുടെ ചിക്കനും ആ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളി പരുവത്തിലാവും. അപ്പോൾ ദം പൊട്ടിക്കുമ്പോൾ ഉള്ള ആ ഒരു മണവും ആ ഒരു ഫീലൊക്കെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് സാലഡ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കുക്കുംബറും തക്കാളിയും സവാളയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളകും. പിന്നെ മെയിനായിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക സാലഡിൻ്റെ ഒരു ടേസ്റ്റ് മൊത്തം വന്നെങ്കിൽ അതിൻ്റെ അകത്ത് ഇഞ്ചിയും കറിവേപ്പിലയും അങ്ങനെ നന്നായിട്ടൊന്ന് ചതച്ചിട്ട് കഴിഞ്ഞാൽ ഒരു അപാര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ തൈരാണെങ്കിലും നല്ല പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് കട്ട ഉടച്ചിട്ടുള്ളൂ. അത് ഫോർക്ക് വെച്ച് തന്നെ ഒന്ന് കട്ട ഉടച്ചിട്ട് ഞാൻ ചേർക്കുകയാണ് ചെയ്തത്, അല്ലാതെ മിക്സിയിലിട്ട് അടിക്കുകയൊന്നും ചെയ്തിട്ടില്ല, വെള്ളവും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള സാലഡാണ്. അപ്പോൾ ഈ സാലഡും പിന്നെ പുതിനയിലയും മല്ലിയും കൂടെയുള്ള ചട്നിയും പിന്നെ നമ്മുടെ ഹോം മെയ്ഡ് ഡേറ്റ്സ് പിക്കിളുമാണ് ഞാൻ ഈ ബിരിയാണിയുടെ ഒപ്പം കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഈ സാലഡിലെ കഷ്ണങ്ങൾ അല്പം വലുതായി എന്ന് എനിക്കറിയാം. അത് അരിഞ്ഞത് ഇച്ചായനാണ് കേട്ടോ. ഞാൻ ഇച്ചാനോട് ചെറുതായിട്ട് അരിയാൻ വേണ്ടിയിട്ട് ഇച്ചായൻ്റെ മാക്സിമം ചെറുതാക്കി അരിഞ്ഞതാണത്. പിന്നെ ഉപ്പ് ചേർക്കാൻ വിട്ടത് ലാസ്റ്റാണ് കേട്ടോ ചേർത്തത്. ഇനി നമുക്ക് ദം പൊട്ടിക്കാം. അപ്പോൾ കണ്ടോ
കാര്യം മല്ലിയിലയുടെയും പുതിനയിലയുടെ ഒക്കെ കളറൊക്കെ പോയിട്ടോ, പക്ഷേ ആ ഒരു മണം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ റൈസ് എത്രമാത്രം വെന്തു അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടാണ് നമുക്ക് റൈസ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, തവി കൊണ്ട് ഇങ്ങനെ മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. പിന്നെ ഈ ബിരിയാണിക്ക് നല്ല നീളമുള്ള ബസ്മതി അരി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ വകഞ്ഞു മാറ്റുമ്പോൾ ആ ഒരു മസാലയുടെ മണമൊക്കെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. എൻ്റെ ഡയറ്റും പ്ലാനൊക്കെ പൊളിയോന്നൊരു പേടി എൻ്റെ ഉള്ളുകൊണ്ടുണ്ട്. എന്നാലും നമ്മൾ എന്താ പറയുക, കൺട്രോൾ ചെയ്ത് ഒരു ഒരു ലിമിറ്റിൽ മാത്രമേ ആഹാരം കഴിക്കുള്ളൂ എന്ന് നേരത്തെ ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ കണ്ടോ, ചിക്കൻ ആ ഒരു എല്ലിന്നൊക്കെ വേർപെട്ട് വരുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു അടിപൊളി നിസാമി ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി കഴിച്ചുകൊണ്ടായിരുന്നു ഇവിടെ എൻ്റെ ഒരു ചീറ്റ് ഡേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ റെസിപ്പി ട്രൈ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വേറിട്ട കാഴ്ചകളും വിശേഷങ്ങളും രുചികരമായ വിഭവങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നീട് വരുന്നതാണ്. ബൈ.